ഡ്രൈ ചിക്കൻ എന്ന് കേട്ടാൽ പലതരത്തിലുള്ള വെറൈറ്റീസ് മനസ്സിൽ വരും അല്ലേ? എന്നാൽ ഈ ഡ്രൈ ചിക്കൻ ഒരു പുതിയ വെറൈറ്റി തന്നെയാണ്. കാണാൻ ഡ്രൈ ആണെന്നേ ഉള്ളൂ, പക്ഷേ ഉള്ളിൽ നല്ല എരിവും പുളിയുമായ ഒരു ജ്യൂസി ചിക്കനാണിത്. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഫർഹാന റാഷിദ്. വെൽക്കം ടു അവർ ചാനൽ ക്രഷ്ഡ് ജിഞ്ചർ. വളരെ സിമ്പിളാണ് ഈ റെസിപ്പി ഉണ്ടാക്കാൻ. ഒരുപാട് കഷ്ടപ്പെടാനോ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാനോ ഒന്നുമില്ല. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് ഉപയോഗിക്കുന്നത്. ചിക്കൻ വൈറ്റ് വിനെഗറും ഉപ്പും ചേർത്ത് നന്നായി വാഷ് ചെയ്ത് വാർക്കാൻ വെച്ചിരുന്നു. ഇനി നമുക്ക് ഒരു അടിപൊളി മസാല റെഡിയാക്കാം. ഇതിനായി 10 നോർമൽ ഉണക്കമുളകും 10 ബ്യാഡഗി മുളകും ഒരു പാനിൽ ലോ ഫ്ലെയിമിൽ വെച്ച് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. മുളകൊന്ന് ജസ്റ്റ് ചൂടായാൽ മതി. അതിൽ നിന്ന് നല്ല മണം വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് മുളക് തണുക്കാൻ വെക്കാം. ഇത് കരിക്കാൻ പാടില്ല, കരിഞ്ഞാൽ മസാല കഴിക്കും. ഇനിയൊരു മിക്സർ ജാറിൽ ഒരു മീഡിയം ഉള്ളി റഫ്ലി ചോപ്പ് ചെയ്തത്, ഒരു പിടി വെളുത്തുള്ളിയുടെ അല്ലി, 1 ഇഞ്ച് ഇഞ്ചി, 2 ടീസ്പൂൺ കുരുമുളക്, പകുതി നാരങ്ങയുടെ വലിപ്പത്തിൽ പുളി, 1 പിടി കൊത്തമല്ലി, ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച ഉണക്കമുളക്, ഇതിനൊപ്പം 1/2 ഗ്ലാസ് വെള്ളവും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലതുപോലെ അരച്ച് ഒരു ഫൈൻ പേസ്റ്റ് റെഡിയാക്കി വെക്കണം. ഇനി ഒരു പാനിൽ 4 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് ഇത് ചൂടായതിന് ശേഷം 1 കിലോ ചിക്കൻ ഇതിലേക്കിട്ട് നല്ലതുപോലെ എണ്ണയുമായി മിക്സ് ചെയ്യാം. ഇനി ചിക്കനിൽ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ കാണുന്നത് പോലെ ചിക്കൻ്റെ കളറൊക്കെ മാറിയതിന് ശേഷം അരച്ചു വെച്ച മസാല ഇതിലേക്ക് ചേർക്കുകയാണ്. ചിക്കനും മസാലയും നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിനെ കുറച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനെ മസാലയുമായി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് അടച്ച് വേവിക്കുകയാണ്. ചിക്കൻ ഒരു 80% വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ചിക്കനെ മസാലയുമായി നന്നായി മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം. 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർത്ത് മസാലയെ ചിക്കനുമായി ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർത്ത് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മസാല നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടും. എണ്ണ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്താൽ മസാല കരിഞ്ഞു പോവുകയില്ല. ഇതുപോലെ ഗ്രേവി തിക്കായതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കുകയാണ്. തക്കാളി നല്ലതുപോലെ വേവുന്നത് വരെ ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കണം. കടായിലുള്ള ബാക്കി മസാലയും കൂടി ചിക്കനിലേക്ക് പുരട്ടാനായി ഒരു പ്രാവശ്യം കൂടി ഞാൻ 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിക്കുകയാണ്. ചിക്കനും മസാലയും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നല്ല ഫ്ലേവർ വരുന്നുണ്ട്. എണ്ണ ഇതിലേക്ക് ചേർത്തതിന് ശേഷം 2-3 മിനിറ്റും കൂടി ഫ്രൈ ചെയ്തെടുത്താൽ ചിക്കൻ റെഡിയായി. ഈ പാനിൽ കാണുന്ന എല്ലാ മസാലയും ചിക്കനിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല അടിപൊളി പുളിപ്പും എരിവും കൂടിയുള്ള ജ്യൂസി ഡ്രൈ ചിക്കൻ റെഡിയായിട്ടുണ്ട്. ഞാനിവിടെ ഡ്രൈ ചിക്കനെ സെർവ് ചെയ്യുന്നത് ചപ്പാത്തിയുടെ ഒപ്പമാണ്. ഈ ചിക്കൻ നെയ്ച്ചോറിൻ്റെ ഒപ്പം വിളമ്പാം, ആസ്വദിക്കാം. നെയ്ച്ചോറിൻ്റെ റെസിപ്പിക്കായി മേലെ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഡ്രൈ ചിക്കൻ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഇതുപോലെ നല്ല നല്ല റെസിപ്പികൾക്കായി ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.